ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. സ്നേഹലതാ റെഡ്ഡിയുടെ മകള് പണ്ട് കോട്ടയത്ത് നടന്നൊരു സർവകലാശാല കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം അന്ന് വരുന്ന സന്ദർഭത്തിൽ കോട്ടയത്തെ കോൺഗ്രസ്സുകാർ സ്നേഹലതാ റെഡ്ഡിയെ ഈ സർവകലാശാല യൂണിയൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തിയിരുന്നു. അന്ന് കോട്ടയത്ത് ചരിത്രം അറിയുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവിടെയുള്ള ചുമട്ടുതൊഴിലാളികൾ ഇറങ്ങി നിന്നിട്ട് സ്നേഹലതാ റെഡ്ഡിയുടെ മകൾക്ക് അവിടെ സംരക്ഷണം കൊടുക്കുകയും അവരവിടെ പ്രസംഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെയൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇത് ജനങ്ങളെ ഒന്ന് കാണിക്കാം. ഇവിടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിൽ ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ക്യാമ്പയിനായിട്ട് ഇതൊരു പ്രൊഫഷണൽ ടീമിൻ്റെ നാടകമല്ലേ, അവർ കൂടി അതെ ഒരു മേഖലയിൽ 30 പേര്. ഞങ്ങൾക്കിപ്പോൾ യൂത്ത് ബ്രിഗേഡ് സംവിധാനം ഒരു മേഖലയിൽ 30 വളണ്ടിയർമാരെന്നുള്ള തിരഞ്ഞെടുത്തത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിലെ യൂത്ത് ബ്രിഗേഡിൻ്റെ യൂണിഫോമോട് കൂടിയിട്ടുള്ള ഒരു മാർച്ച് ഇവിടെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ വെറുതെ പറയില്ല, അവർ നാളെ നേരിട്ട് നമ്മുടെ ഈ പരിപാടി അണിനിരക്കുകയാണ്. അപ്പോൾ ഓരോ ജില്ലയിലും ഇതുപോലെയുള്ള വളണ്ടിയർ സേന നമുക്കുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ നവീകരിക്കണം, കൂടുതൽ ശാസ്ത്രീയമായി പരിശീലനം കൊടുക്കണം. നമ്മളിപ്പോൾ യൂത്ത് ബ്രിഗേഡ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിയെത്തുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെ നമ്മൾ കുറേ കൂടി ശാസ്ത്രീയമായി ഇത്തരം പരിശീലനങ്ങൾ കൊടുത്ത് രംഗത്തിറക്കുകയാണ്. CPRൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ധാരാളം ആളുകൾ ഹൃദ്രോഗം വന്ന് മരിച്ചിട്ടുണ്ടാവും ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഒരു CPR കൊടുത്തെങ്കിൽ അവരുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ ആശുപത്രി. അപ്പോൾ അത് കൊടുക്കാൻ അതിനെക്കുറിച്ചൊക്കെ അറിയെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അത്ര ആളുകൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ CPR ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എണ്ണം വളരെ കുറവാണ് ആയിരിക്കും, നല്ല കുറവ് തന്നെയാണ്. അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ അതിന് DYF ഒരു ക്യാമ്പയിൻ നടത്തിയാൽ അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്താൻ പറ്റും. DYF ടാർഗറ്റ് ചെയ്തുകൊണ്ട് 1,00,000 ആളുകളെ CPR പരിശീലനം ഇറക്കും. ഒരു മേഖലയിൽ 30 പേര് ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ ആളുകളെ രംഗത്തിറക്കും. നമ്മളിപ്പോൾ ഒരു ചുരുങ്ങിയത് 30 ഉണ്ട്. ഒരു യൂണിറ്റിൽ 5 പേരെങ്കിലും ഇത് പഠിപ്പിക്കും. ഒരു യൂണിറ്റിൽ 5 പേരെയെങ്കിലും ഇതിൻ്റെ വളണ്ടിയർമാരായി ഞങ്ങൾ പരിശീലനം കൊടുത്ത് രംഗത്തിറക്കും. പിന്നെ ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തി തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഈ നാട് ഏറ്റെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ബഹുജനങ്ങളിലേക്ക് ക്യാമ്പയിനായിട്ട് ഇത് യൂത്ത് ബ്രിഗേഡിൽ ഒതുക്കാനല്ല, യൂത്ത് ബ്രിഗേഡിലൂടെ ഈ പരിശീലനം വ്യാപിപ്പിക്കാനാണ്. ജനങ്ങൾക്കാകെ ആൾക്കൂട്ടത്തിലൊക്കെ ഇത് സംഭവിക്കാമല്ലോ, ആർക്കും ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുണ്ട്. നിലവിൽ നമ്മൾ ക്യാമ്പയിൻ ഉണ്ട്. നിലവിൽ നമ്മളത് തുടരുന്നതാണ്. നിലവിലിപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും ജാഗ്രതാ സമിതികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെ വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ, അത് കായിക മേഖലയെ കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ മോഡ്. അതാണ് ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന പേരിൽ ഞങ്ങൾ നേരത്തെ ആവിഷ്കരിച്ച് തുടങ്ങിയത്. അപ്പം അതിന് കുറേ കൂടി നല്ല തുടർച്ചയുണ്ടാകും. അതൊക്കെ നമ്മളിപ്പോൾ ആലോചിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ജനസികളെ നമ്മൾ ആകർഷിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മൾ കാണേണ്ടത് നമ്മുടെ സമീപനത്തിൽ അടിമുടി മാറ്റം വരണം. നമ്മുടെ മുദ്രാവാക്യത്തിൻ്റെ നമ്മളിപ്പോൾ അനന്തമായി പ്രസംഗം പുതിയ തലമുറക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അവരിപ്പോൾ റീൽസിൻ്റെ ലോകത്താണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ജനസികൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കൂടി നമ്മുടെ ക്യാമ്പയിൻ മോഡുകൾ മാറേണ്ടതുണ്ട്. അത് വ്യത്യസ്തമായ എല്ലാ കാര്യത്തിലും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ, വസ്ത്രധാരണവും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. ഈ ജൻസിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടമുള്ളത് അങ്ങനെയാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരുടെ താല്പര്യങ്ങൾ ഒക്കെ മുന്നോട്ട് പോകണം, അവർക്ക് വായിക്കാനും വളരാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകുക എന്നുള്ളത്. ചർച്ചകളൊക്കെ നല്ല രാഷ്ട്രീയങ്ങളൊക്കെയുള്ള ചർച്ചകൾ തന്നെയാണ്. സാർവദേശീയ രംഗത്തുണ്ടായിട്ടുള്ള വിവിധ കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ ഗൗരവത്തിലുള്ള ചർച്ചകൾ നടന്നു. പോസിറ്റീവാണ് എല്ലാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു സംഘടനാ സമ്മേളനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാളിൽ നടക്കുകയാണല്ലോ. അപ്പോൾ സംഘടനക്കകത്ത് പറയുന്ന കുറേ കാര്യം നമുക്ക് പുറത്ത് പറയാൻ കഴിയും. അത് മാത്രമല്ല, ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് പല വാർത്തയും കൊടുക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ നടത്തായിരുന്നല്ലോ. ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് എതിരെ വന്ന വിമർശനങ്ങൾക്ക് ബോധ്യപ്പെടും. അതാണ്
വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോകും. അതിൻ്റെ ആ പൊതുസമ്മേളനത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ടാണല്ലോ നാടകം. 5 മണിക്കാണ് പൊതുസമ്മേളനം തുടങ്ങുക അല്ലേ? എന്തായാലും ഒരു 6:30 ശേഷം നാടകമായിട്ട് തന്നെ തുടങ്ങും. ഉച്ചയാകുമ്പോഴേക്കും പൂർത്തി. ഉച്ചയോടെ പൂർത്തി. അത് വേറെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ നാടകം ഉണ്ടല്ലോ. ഞങ്ങൾ നാടക മത്സരം സംഘടിപ്പിക്കുന്നവരാ. കഴിഞ്ഞ YLF-നുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം തെരുവ് നാടക മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇത് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചല്ല, ഇത് ഡിവൈഎഫ്ഐ ഉണ്ടാക്കിയ ട്രൂപ്പല്ല. ഇത് കോഴിക്കോടെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയതാണ്. ആ ട്രൂപ്പ് ഏത് കാലത്ത് നാടകം കളിക്കണം ഞങ്ങൾ നിശ്ചയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ നാടകം ഇവിടെ ഒരു അനുബന്ധ പരിപാടിക്ക് കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സംഘാടക സമിതിക്കാർ ആലോചിച്ചൊരു നാടകം വെച്ചു. ആ നാടകത്തിന്റെ തീം തിരഞ്ഞെടുത്തത് ഞങ്ങളല്ല, അവർ ഉണ്ടാക്കിയ നാടകമാണ്. അപ്പോൾ വ്യത്യസ്ത അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അല്ല, അതെ, ഏതായാലും ഒരു ചർച്ച വന്നല്ലോ. പുതിയ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥ, സ്നേഹലത റെഡ്ഡി എന്നൊരാൾ ജീവിച്ചിരുന്നത്, അവർ മരണപ്പെട്ടത്, ആ കാലത്തെ പീഡനങ്ങൾ, അതെല്ലാം വീണ്ടും ഒരു ചർച്ചയായി. നിങ്ങളെപ്പോലെ നല്ല മാധ്യമപ്രവർത്തകർ ഇതൊക്കെ കുറെ കൂടി സജീവമായി കൊടുത്താൽ ഇനി നല്ലതുപോലെ ചർച്ചയാവും. കോൺഗ്രസ് രാജ്യം ഭരിച്ച സമയത്ത് എങ്ങനെയായിരുന്നു ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നുള്ളത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അതെ അതെ അതെ, അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ കാര്യം, അവരെ സ്നേഹലത റെഡ്ഡിയുടെ മകള് പണ്ട് കോട്ടയത്ത് നടന്നൊരു സർവകലാശാല കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം അന്ന് വരുന്ന സന്ദർഭത്തിൽ കോട്ടയത്തെ കോൺഗ്രസ്സുകാർ സ്നേഹലത റെഡ്ഡിയെ ഈ സർവകലാശാല യൂണിയൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തിയിരുന്നു. അന്ന് കോട്ടയത്ത് ചരിത്രം അറിയുന്ന ആളോട് ചോദിച്ചാൽ മനസ്സിലാവും, അവിടെയുള്ള ചുമട്ട് തൊഴിലാളികൾ ഇറങ്ങി നിന്നിട്ട് സ്നേഹലത റെഡ്ഡിയുടെ മകൾക്ക് അവിടെ സംരക്ഷണം കൊടുക്കുകയും അവരവിടെ പ്രസംഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. 6 മണിക്കൂർ ചർച്ചയാണ്. 5.5 മണിക്കൂർ ചർച്ച പൂർത്തീകരിച്ചു. ഒന്നും ആയിട്ടില്ല. നാളെ സമ്മേളനം തീരുമാനിക്കേണ്ടതാണ്. ഇതൊരു തലമുറയല്ലേ, 15-നും 40-നും ഇടയിലുള്ള യുവജനങ്ങളുടെ സംഘടനയാണ്. അത് ആ പ്രായപരിധി തന്നെ 15-നും 40-നും മാറ്റം എന്നുള്ള പ്രയോഗമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ നന്നായി ശ്രമിക്കുന്നുണ്ട്. യൂണിറ്റിലും ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക്. നിങ്ങൾ ആലപ്പുഴയിൽ 2014 ചേർന്ന സംസ്ഥാന സമ്മേളനം. അപ്പോൾ ആ സമ്മേളനമാണ് ഒരു യൂണിറ്റിൽ ഒരു വനിതയെങ്കിലും നിർബന്ധമായി ഭാരവാഹിയാവണം എന്ന തീരുമാനമെടുത്തത്. അപ്പോൾ അതിനെ തുടർന്ന് വലിയ മാറ്റം ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ പൊതുവേ നമ്മുടെ സമൂഹം ഒരു പുരുഷ മേധാവിത്വ സമൂഹമാണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പം അതിനോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ DYFI ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിക്കും എന്നാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് കേരളത്തിൽ 5 ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് യുവതികൾ വന്നിട്ടുണ്ട്. ജില്ലാ ട്രഷറർമാരായി 7 ജില്ലകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റിൽ, മേഖലയിൽ, ബ്ലോക്കിൽ, ജില്ലയിലെല്ലാം നേതൃനിരയിലേക്ക് ആളുകൾ കടന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും എല്ലാ ഘടകങ്ങളിലേക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോകണം എന്നാണ് DYFI ആഗ്രഹിക്കുന്നത്. ബാക്കി സമ്മേളനം തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അല്ല, അതൊക്കെ DYFIയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് DYFIക്ക് ഒരു ഭരണഘടനയുണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ നല്ല നിർദ്ദേശം നമുക്ക് അഖിലേന്ത്യാ സമ്മേളനത്തിൽ നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. 15-നും 40-നും ഇടയിൽ ആരും DYFI അവർക്ക് അവകാശമുണ്ട്. ബാക്കിയെല്ലാം സമ്മേളനം തീരുമാനിക്കുക.